രാജ്യത്തെ ഞെട്ടിച്ചുകൊണ്ട് മഹാരാഷ്ട്രയിലെ പൂനെയിൽ ഒരു അപൂർവ രോഗം ബാധിക്കുന്നവരുടെ എണ്ണം ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഗില്ലൻ ബാരിസ് സിൻഡ്രോം അഥവാ GBS എന്ന രോഗമാണ് പൂനെയിൽ സ്ഥിരീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനോടകം 60 പേർക്കാണ് ഈ രോഗം സ്ഥിരീകരിച്ചത്. ഇതിൽ 12 പേരുടെ നില ഗുരുതരമാണെന്നാണ് റിപ്പോർട്ടുകൾ. എന്തുകൊണ്ടാണ് ഇത്രയധികം പേർക്ക് ഇത്തരം ഒരു രോഗം ബാധിച്ചതെന്ന് ആരോഗ്യ വകുപ്പിന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. രോഗവ്യാപനം സംബന്ധിച്ച് അന്വേഷണം നടത്താൻ മഹാരാഷ്ട്ര ആരോഗ്യ വകുപ്പ് പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. എന്താണ് ഇപ്പോൾ ആശങ്കയുണർത്തുന്ന ഗില്ലൻ ബാരിസ് സിൻഡ്രോം? എങ്ങനെയാണ് ഈ രോഗം ബാധിക്കുന്നത്? എന്താണ് ചികിത്സാ രീതികൾ? വിശദമായി പരിശോധിക്കാം. നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന അപൂർവമായ രോഗമാണ് ഗില്ലൻ ബാരിസ് സിൻഡ്രോം. രോഗപ്രതിരോധ സംവിധാനം ശരീരത്തിലെ ഞരമ്പുകളെ ആക്രമിക്കുന്ന അവസ്ഥയാണിത്. കഴുത്ത്, മുഖം, കണ്ണുകൾ തുടങ്ങിയവയെ രോഗം ബാധിക്കാം. കൈകാലുകൾക്ക് ബലക്ഷയവും മരവിപ്പുമാണ് ആദ്യ ലക്ഷണങ്ങൾ. സ്പർശനം അറിയാതെ ആവുകയോ മരവിപ്പോ ഉണ്ടാവുക, നടക്കാനോ വിഴുങ്ങാനോ ശ്വസിക്കാനോ ഉള്ള ബുദ്ധിമുട്ട് ഈ രോഗത്തിന്റെ ലക്ഷണങ്ങളാണ്. ഈ രോഗാവസ്ഥ പക്ഷാഘാതത്തിനും വരെ കാരണമാകാമെന്നും പഠനങ്ങൾ പറയുന്നുണ്ട്. ചെറിയ ലക്ഷണങ്ങളോടെ ആരംഭിക്കുന്ന രോഗം പെട്ടെന്ന് മൂർച്ഛിക്കാൻ സാധ്യതയുണ്ട്. ചില രോഗികളിൽ അതിവേഗം രോഗം വഷളായേക്കാം. ചിലരിൽ രോഗലക്ഷണങ്ങൾ സാവധാനമാകും പ്രകടമാവുക. രോഗം ഗുരുതരമായാൽ വെന്റിലേറ്റർ സഹായം ഉൾപ്പെടെ ആവശ്യമായി വന്നേക്കാം. GBSന്റെ കൃത്യമായ കാരണങ്ങൾ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. എന്നാലും ക്യാമ്പിലോബാക്ടർ ജെജുനി എന്ന ബാക്ടീരിയയാണ് ഈ രോഗത്തിന് കാരണമാകുന്നതെന്നാണ് ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. ആളുകളിൽ വയറിളക്ക രോഗത്തിന് കാരണമാകുന്ന ഒരുതരം ബാക്ടീരിയയാണ് ക്യാമ്പിലോബാക്ടർ. വെള്ളത്തിലൂടെയോ ഭക്ഷണത്തിലൂടെയോ ഈ രോഗം പടരാനുള്ള സാധ്യതയുണ്ട്. അതേസമയം GBS രോഗം ഒരു പകർച്ചവ്യാധിയല്ലെന്നും സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. അണുബാധയുണ്ടായി 6 ആഴ്ചയോളം കഴിഞ്ഞാണ് ഭൂരിഭാഗം പേരിലും രോഗലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുക എന്നാണ് പഠനങ്ങൾ പറയുന്നത്. ശ്വാസകോശ സംബന്ധമായ രോഗമോ ദഹനനാളത്തിലെ അണുബാധയോ GBSന്റെ ലക്ഷണങ്ങളാകാം. കൈകാലുകളുടെ ബലഹീനത രോഗത്തിന്റെ പ്രധാന ലക്ഷണങ്ങളിൽ ഒന്നാണ്. ഇത് ആദ്യം പാദങ്ങൾക്കാകാം അനുഭവപ്പെടുക. പിന്നീട് കൈകൾ, മുഖം തുടങ്ങിയ ഭാഗങ്ങളിലേക്ക് വ്യാപിക്കാം. ചിലരിൽ ആദ്യം മുഖങ്ങളിലാകാം ഈ രോഗലക്ഷണം കാണിക്കുക. കാഴ്ചയിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്, ഭക്ഷണം ചവയ്ക്കാനും വിഴുങ്ങാനും സംസാരിക്കാനും ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്, കയ്യിലും കാലിലും കുത്തുന്ന പോലുള്ള വേദന, രാത്രിയിൽ ഈ വേദന കൂടുക, അസാധാരണമായ ഹൃദയമിടിപ്പും രക്തസമ്മർദ്ദവും, ദഹന പ്രക്രിയയിലെ പ്രശ്നങ്ങൾ തുടങ്ങിയവ ഈ രോഗത്തിന്റെ ലക്ഷണങ്ങളാണ്. പൂനെയിൽ ഇപ്പോൾ ഈ രോഗം പടർന്നു പിടിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് കൃത്യമായി കണ്ടെത്താൻ ആരോഗ്യ വിദഗ്ധർക്ക് സാധിച്ചിട്ടില്ല. ഇനി എങ്ങനെ ഈ രോഗത്തിനെ പ്രതിരോധിക്കാം എന്ന് നോക്കാം. പ്രധാനമായും ഭക്ഷണത്തിലാണ് ശ്രദ്ധ പുലർത്തേണ്ടത്. രോഗം വരാതിരിക്കാൻ തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കുക. ഉപയോഗിക്കുന്നതിന് മുൻപ് പച്ചക്കറികളും പഴങ്ങളും വൃത്തിയായി കഴുകുക. മുട്ട, മത്സ്യങ്ങൾ, മാംസങ്ങൾ തുടങ്ങിയവ നന്നായി വേവിച്ച് മാത്രം കഴുകുക. ശൗചാലയങ്ങൾ ഉപയോഗിച്ച ശേഷം കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് വൃത്തിയായി കഴുകുക. വേവിച്ചതും അല്ലാത്തതുമായ ഭക്ഷണങ്ങൾ വെവ്വേറെ സൂക്ഷിക്കുക. മാംസങ്ങൾ കഴുകിയതിനു ശേഷം പാത്രങ്ങളും മറ്റും വൃത്തിയായി കഴുകി സൂക്ഷിക്കുക എന്നിവയാണ് പ്രധാന രോഗപ്രതിരോധ മാർഗങ്ങൾ. കൈകൾക്കും കാലുകൾക്കും പെട്ടെന്ന് ബലക്ഷയം അനുഭവപ്പെട്ടാൽ ഉടൻ തന്നെ ചികിത്സ തേടേണ്ടതാണ്. നടക്കാൻ ബുദ്ധിമുട്ടോ മരവിപ്പോ ഉണ്ടാവുക, വിട്ടുമാറാത്ത വയറിളക്കം, രക്തം പോവുക തുടങ്ങിയ അവസ്ഥകൾ ഉണ്ടായാലും ഉടൻ തന്നെ ഡോക്ടറെ കാണേണ്ടതാണ്. ഓർക്കുക, GBS രോഗം ചികിത്സിച്ച് മാറ്റാൻ സാധിക്കുന്ന ഒന്നാണ്. ഡോക്ടറെ കാണാൻ വൈകുന്നതിനനുസരിച്ച് രോഗം ഗുരുതരമാവാനും മരണം വരെ സംഭവിക്കാനും സാധ്യതയുണ്ട്.